ക്യാൻസർ പോലത്തെ മാരക രോഗങ്ങളെ പോലും നിഷ്പ്രയാസം ഒഴിവാക്കി കളയാൻ കഴിവുള്ളൊരു ദുആ. എത്ര വേദനയുള്ള, വിഷമമുള്ള, പ്രയാസമുള്ള രോഗമാണെങ്കിലും ശരി, പരിഹരിക്കാനുള്ള മാർഗം എന്താണ് നബിയെ എന്ന് ചോദിച്ച ആൾക്ക് നബിതങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തൊരു ദുആ, ദിക്ർ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ഒരുപാട് ആളുകൾ ദുആ വസിയ്യത്ത് ചെയ്തത്, ഉസ്താദേ രോഗമുണ്ട് ശിഫാ ആകാൻ ദുആ ഇറക്കണേ എന്നാണ്. കമന്റ് ബോക്സ് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള ഒരു പരിഹാര മാർഗം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ രോഗികളായി കഴിയുന്നവരിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫാ നൽകുമാറാകട്ടെ. പൂർണ്ണമായി കേൾക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അവൻ പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ഇറക്കണം. അള്ളാഹു പവിത്രമാക്കി തന്ന ദിനരാത്രങ്ങളാണ്, പരിഭാവനമായ ദിവസങ്ങളാണ്, രാത്രികളാണ് നമ്മളിലേക്ക് വന്നത്. ഇത് കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഓരോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ നല്ല നല്ല ദുആകൾ, ഒരുപാട് ദുആകൾ, അതിൽ പ്രത്യേകമായി എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ദുആ ഇറക്കണം. ഈ സാധുവായ എന്നെയും കുടുംബത്തെയും ആ ദുആയിൽ നിങ്ങൾ ചേർത്ത് തരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ചിട്ട് വല്ലാതെ വിഷമം പറഞ്ഞു. വല്ലാത്ത വിഷമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സമ്പത്തുണ്ട്, സമ്പത്തിന് കുറവൊന്നുമില്ല. അതുപോലെ മക്കളുണ്ട്, അതിനും കുറവില്ല. അതുപോലെ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട്, നല്ല നിലയിൽ അന്തസ്സോടുകൂടി ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ വർഷങ്ങളായി ഒരു രോഗം പിടിപെട്ടിട്ട് അദ്ദേഹത്തിന് എത്ര ചികിത്സ ചെയ്തിട്ടും അത് മാറണില്ല. എത്ര ചികിത്സ നടത്തിയിട്ടും അത് മാറുന്നില്ല. എത്രയോ സമ്പാദ്യം അദ്ദേഹം ഹോസ്പിറ്റലുകളിൽ കൊണ്ട് ചെലവാക്കി. ലക്ഷക്കണക്കിന് രൂപ ഈ ചികിത്സയുടെ പേരിൽ, ഈ രോഗത്തിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെലവാക്കി. പക്ഷേ രോഗത്തിനൊരു മാറ്റവും വരുന്നില്ല. ആ രോഗത്തിന്റെ പേര് പറഞ്ഞു, ഞാനത് മറന്നുപോയി. സത്യം പറഞ്ഞു എങ്ങനെയാണ് അത് പറയേണ്ടത് പോലും എന്ന് എനിക്കറിയുന്നത്. അങ്ങനത്തെ രോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹം വിഷമം പറഞ്ഞു, അള്ളാഹുവെ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്, നീ ശിഫാ നൽകണേ അള്ളാഹ്. അങ്ങനെ പല ആളുകളും രോഗം മാറാൻ വേണ്ടി ദുആ ഇറക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞത് വിഷയവും, അതെ രോഗമുണ്ട്, പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും പറഞ്ഞ് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്. സാർ ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ദുആ ഇറക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു എല്ലാവർക്കും ശിഫാ നൽകട്ടെ. രോഗം വല്ലാത്തൊരു വിഷമമാണ് അല്ലേ? രോഗം എന്നുള്ളത് വല്ലാത്തൊരു വിഷമമാണ്. രോഗം വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ തളർത്തി കളയുമല്ലോ. ശരീരം തളർന്നു പോകും മനുഷ്യനാകെ ഇല്ലാതെയാകും അല്ലേ? നമുക്ക് നല്ലൊരു വയറുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ധീരനാണെന്ന് പറഞ്ഞാലും നമ്മളൊരു മൂലയിൽ ഒതുങ്ങിക്കൂടും അല്ലെ? ഒന്ന് ചുരുണ്ടു പോകും. കാരണം എന്തേ? നമുക്കത് താങ്ങാനുള്ള കഴിവില്ല. നമ്മൾ വളരെ ബലഹീനരാണ് മനുഷ്യരാകും. നമ്മൾ നല്ലൊരു തലവേദന വന്നു കഴിഞ്ഞാലോ നമുക്ക് തല പൊക്കാൻ കഴിയില്ല. ചില ആളുകൾ മൈഗ്രെയിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ, നമുക്കറിയാം വിഷമം, മൈഗ്രെയിൻ വന്നു കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് വല്ലാത്ത ഇടങ്ങേറായിരിക്കും. അതൊന്ന് നോർമലായി വരുന്നത് വരെ. ചിലപ്പോൾ ഉറങ്ങി എഴുന്നേറ്റാൽ അത് മാറും. ചില ആളുകൾക്ക് അങ്ങനെയും മാറൂല. അങ്ങനെ ഭ്രാന്ത് പിടിച്ച് തലയിൽ വെള്ളം കോരി ഒഴിക്കുന്നവരുണ്ട്, തലയിൽ കട്ടിയുള്ള വസ്തുക്കൾ എടുത്തു വെക്കുന്നവരുണ്ട്, തല ഷാള് കൊണ്ടോ മറ്റോ കെട്ടിമുറുക്കി വെക്കുന്നവരുണ്ട്. ഇങ്ങനെ തുടങ്ങി പല ഇതിന്റെ ബുദ്ധിമുട്ട് കാരണമാണ് മനുഷ്യനില്ലാതെയാകുന്ന ഒരു അവസ്ഥയാണ് രോഗം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ദുആ ഇറക്കണം, അല്ലാഹുവേ ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാഹ്, ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. ഇനി രോഗം വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്കുള്ള നേട്ടം? നമുക്ക് ശരീരത്തിൽ രോഗം വന്നു, അത് വേദനകളാകട്ടെ മറ്റു ബുദ്ധിമുട്ടുകളാകട്ടെ എന്തായിക്കൊള്ളട്ടെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ളൊരു മാർഗമാണ് രോഗം കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ രോഗങ്ങളുള്ളവരൊക്കെ, ഒരുപാട് കാലമായിട്ട് രോഗങ്ങളുള്ളവരൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇത്രയും കാലം അള്ളാഹു എനിക്ക് രോഗം നൽകിയത്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടിയിട്ടായിരിക്കും. അള്ളാഹു അങ്ങനെ പൊരുത്തപ്പെട്ട് തരുമാറാകട്ടെ. നമുക്കൊക്കെ അങ്ങനെ എന്ത് ചെയ്യും? രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു പോകാനുള്ള മാർഗമാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആശ്വസിക്കണം. കാരണം നാളെ മഹ്ശറിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരുപാട് കാലം രോഗം കഴിഞ്ഞ ആളുകൾ, ഒരുപാട് കിടക്കയിൽ കിടന്ന് നരകിച്ച ആളുകളൊക്കെ അവർ മരണപ്പെട്ടിട്ട് നാളെ മഹ്ശറിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് അവരുടെ അക്കൗണ്ട്, തിന്മയുടെ അക്കൗണ്ട് കാലിയായിരിക്കും. നന്മയൊന്നും ഒരുപാട് ചെയ്തതിന്റെ പേരിലല്ല, മറിച്ച് അവരത്രയും കാലം രോഗിയായി കിടന്നതിന്റെ പേര്, അല്ലെ അത്രയും കാലം വേദന അനുഭവിച്ചതിന്റെ പേര്, അത്രയും കാലം ബുദ്ധിമുട്ട് സഹിച്ചതിന്റെ പേരിൽ അള്ളാഹു അവരുടെ പാപങ്ങൾ ഓരോന്നോരോന്ന് ഇങ്ങനെ എന്ത് ചെയ്തു? ഒഴിച്ചു കളഞ്ഞു. ആ പാപങ്ങളൊക്കെ മാപ്പ് ചെയ്ത് കളഞ്ഞു. അവസാനം പാപങ്ങളുടെ തിന്മയുടെ അക്കൗണ്ട് കാലിയായി, അതിലൊന്നുമില്ല. അങ്ങനെ അവർക്ക് വലിയ സന്തോഷം അള്ളാഹു കൊടുക്കും. അള്ളാഹു അത്തരത്തിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും പാപങ്ങൾ പൊറുക്കപ്പെട്ട രൂപത്തിൽ നാളെ മഹ്ശറിൽ എത്താനുള്ള ഭാഗ്യം നൽകട്ടെ.
ഇന്ന് ഈ രോഗങ്ങൾ നമുക്ക് സംഭവിക്കും മനുഷ്യരാകുമ്പോൾ. ഈ രോഗങ്ങളിൽ നിന്നും ശിഫാ ലഭിക്കാൻ മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഒരു മഹത്തായ ഒരു ദിക്ർ നമുക്ക് പഠിക്കാം. രോഗം വന്നു കഴിഞ്ഞാൽ രോഗികളായി കഴിയുന്ന ആളുകൾ ഈ ദുആഇനെ, ഈ ദിക്റിനെ അധികമായി ചെയ്യുകയാണെങ്കിൽ, ഇത് ചൊല്ലിയിട്ട് മന്ത്രിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു പരിഹാരം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയാൽ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ, നബിയുടെ പകലും പാതിരയും അവിടുത്തെ ജീവിതം മുഴുവൻ ഒപ്പിയെടുത്ത് ലോകത്തിന് പഠിപ്പിച്ചു തന്ന മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ വളരെ സ്നേഹിച്ച ഭാര്യയാണ്. നബി തങ്ങൾ വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ച ആളാണ് ആയിഷ ബീവി. എന്തിനേറെ, അത്രയേറെ ബുദ്ധികൂർമ്മതയുള്ള, അത്രയേറെ ലോകത്തോട് പറഞ്ഞുകൊടുക്കാൻ ത്രാണിയുള്ള, തന്റെ ഇടമുള്ള ഒരു ഉമ്മയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോ ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗികൾ അവിടുത്തോട് പരാതി പറയാൻ വന്നു കഴിഞ്ഞാൽ, രോഗികളായ ആളുകൾ അവരിലേക്ക് വന്നാൽ, നബി തങ്ങളുടെ അടുക്കലേക്ക് രോഗത്തിന് ശമനത്തിന് ദുആ ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് തുർബത്തു അർദിനാ ബിരീഖത്തി ബഅദിനാ യുഷ്ഫാ സഖീമുനാ ബിഇദ്നി റബ്ബിനാ. എങ്ങനെ ദുആ ഇറക്കുമായിരുന്നു? ബിസ്മില്ലാഹി തുർബത്തു അർദിനാ ബിരീഖത്തി ബഅദിനാ യുഷ്ഫാ സഖീമുനാ ബിഇദ്നി റബ്ബിനാ. ഈ ഒരു ദുആഇനെ നബി തങ്ങൾ ചൊല്ലിക്കൊടുക്കുമായിരുന്നു. ഈ ഒരു ദിക്ർ നബി തങ്ങൾ ചൊല്ലിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ ചൊല്ലിയിട്ട് അവർക്ക് ശമനം ലഭിക്കാറുണ്ടായിരുന്നു എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഈ ദുആഇന് വലിയ പവർ ഉണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. രോഗശമനം, അത് എത്ര വലിയ രോഗമാണെങ്കിലും, ചില റിപ്പോർട്ടുകളിൽ കാണാം, ചില ഉദ്ധരണികളിൽ കാണാം, ക്യാൻസർ പോലത്തെ, അതുപോലെ തന്നെ ശരീരത്തെ കാർന്നു തിന്നുന്ന, മനുഷ്യന് മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, ആ രോഗങ്ങൾക്ക് പോലും പരിഹാരമാണ് ഈ ദുആ ചൊല്ലി മന്ത്രിക്കൽ. പല ആളുകളും പഠിപ്പിച്ചതായി കാണാം, ഈ ദുആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ അവന് ശിഫാ ലഭിക്കും. വയറ് സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ നമ്മുടെ ആന്തരിക അവയവങ്ങളിലുള്ള രോഗങ്ങൾ, നമുക്ക് ബാഹ്യമായ അവയവങ്ങളിലുള്ള രോഗങ്ങളൊക്കെ ശിഫാ ആകാൻ ഇത് വലിയ ഉത്തമമാണ് എന്ന്. തേനിലേക്ക് മന്ത്രിച്ച് അത് സേവിച്ചു കഴിഞ്ഞാൽ, കുടിച്ചു കഴിഞ്ഞാൽ അതിനും വലിയ ശിഫായുണ്ട് എന്ന്. അതുപോലെ തന്നെ മുറിവ് സംഭവിച്ച കെട്ടിവെച്ച സ്ഥലങ്ങളിൽ തൊട്ടുകൊണ്ട്, വിരൽ വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി തുർബത്തു അർദിന ബിരീഖത്തി ബഅദിന യുഷ്ഫാ സഖീമുനാ ബിഇദ്നി റബ്ബിന എന്ന ഈ ദുആ അവർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ, കരിഞ്ഞു പോകാൻ അത് സഹായിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. ഇങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്കുള്ള ശിഫായാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചെന്ന ഈ മഹത്തായ ദുആ. അത് ചൊല്ലേണ്ടത് നിങ്ങൾ വുളൂഓട് കൂടിയിട്ടാവണം എന്ന് പല പണ്ഡിതന്മാരും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വുളൂഓട് കൂടിയിട്ടാവണം. നമ്മൾ എന്ത് ദുആ ഇറക്കുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴും ഒക്കെ ശരീരത്തിന് ശുദ്ധി ഉണ്ടായിരിക്കുക, വുളൂ ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയ മഹത്തായ ഒരു കാര്യമാണ്. നമുക്ക് വുളൂ വേണം, അതുപോലെ വൃത്തി വേണം. ആ വൃത്തിയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഇബാദത്ത് പെട്ടെന്ന് സ്വീകരിക്കും. കാരണം ഈ ചൊല്ലുന്നത് ഒരു അമലാണല്ലോ, ഒരു കർമ്മമാണല്ലോ, ഒരു ഇബാദത്താണല്ലോ. അപ്പോ ഒരാൾക്ക് ഇനി മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും വൃത്തി ഉണ്ടാകുന്നത്, ശുദ്ധി ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അത് പെട്ടെന്ന് സ്വീകരിക്കപ്പെടാൻ, അവിടെ ഇജാബത്ത് ലഭിക്കാൻ അത് കാരണമായി തീരും. അല്ലെ, മുറിവിലേക്ക് കൈവച്ച് നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമുക്ക് വുളൂ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇനി മറ്റെന്തെങ്കിലും രോഗങ്ങൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമുക്ക് വുളൂയോട് കൂടിയിട്ടാണ് എങ്കിൽ അതിനൊരു ബർക്കത്ത് ഉണ്ടാവും, പ്രത്യേക ബർക്കത്ത്. അല്ലെ, വുളൂ ഇല്ലാതെ ചെയ്യുന്നതിനേക്കാൾ വുളൂയോട് കൂടി ചെയ്യലാണ് ബർക്കത്ത്. മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ ദുആയാണ്. അതിനു മുമ്പ് ഒരു ഫാത്തിഹ സൂറത്ത് ഓതുക. ഈ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ സൂറത്തും, അതുപോലെ ഈ ദുആ ചൊല്ലിയതിനു ശേഷം ഈ 3 ഇഖ്ലാസും മുഅവ്വിദതൈൻ, ഖുൽ ഹുവല്ലാഹു അഹദ് 3 തവണയും, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും ഓരോ തവണയും ഓതിയിട്ട് വെള്ളത്തിലേക്ക് മന്ത്രിച്ചാൽ കുറച്ചുകൂടി ഈ ശിഫാഇനുള്ള സാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം ഈ ഫാത്തിഹ എന്നതും ഇഖ്ലാസ് മുഅവ്വിദതൈനിയും ശിഫാഇന് വേണ്ടി മുത്തുനബി തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു തന്നൊരു ദുആ കൂടിയാണ്. മഹാന്മാർ ഈ ദുആഇന്റെ കൂട്ടത്തിൽ അതും ചേർത്തു പറഞ്ഞതായി കാണാം. ഇങ്ങനെ നമുക്ക് ഏത് രോഗമാണോ അതിന് ശമനം കിട്ടാൻ, ശിഫാ ലഭിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ ദുആഇനെ നമ്മൾ നെഞ്ചേറ്റിയാൽ മതി.
അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഏത് വലിയ രോഗമായിക്കൊള്ളട്ടെ, ഇനി ഒരു ചികിത്സയും ഇതിലില്ല. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ വിഷയം, എത്രയോ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് ഇനി പറയുന്നത് അവരെന്താ പറയൽ അവസാനം? ഡോക്ടർമാർ ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാനാ പറയാം അല്ലേ? ഡോക്ടർമാർ അവസാനം പറയുന്ന വാക്കതാണ്, എല്ലാ ചികിത്സയും കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല ബാക്കി. എന്നാൽ അവസാനം പറയുന്നത് ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാനാ പറയാം. കാരണം എന്തേ? പിന്നെ ഷിഫാ എപ്പോഴാണെങ്കിലും അള്ളാന്റെ അടുക്കലേ ഉള്ളൂ. അവരെ കൊണ്ട് പറ്റുന്നത് മാക്സിമം അവർ പരിശ്രമിച്ചു, അവരെ കൊണ്ട് കഴിയില്ലെങ്കിലോ ഇനി റബ്ബിന് മാത്രമേ അതിന് കഴിയുള്ളൂ. അങ്ങനെ അവസാനം ദൈവത്തെ ഏൽപ്പിക്കുന്ന ഒരു സംഗതി. അപ്പോ അതിന് മിറാക്കിൾ, അത്ഭുതം സംഭവിപ്പിക്കാൻ കഴിവുകളുണ്ട് ദുആനും ദിക്റിനും ഒക്കെ. അതുകൊണ്ട് തന്നെ ഏത് ഡോക്ടർ ഒഴിവാക്കിയവനാണെങ്കിലും, എത്ര വലിയ പ്രശസ്തനായ നല്ല കഴിവുള്ള ഡോക്ടർമാർ ഒഴിവാക്കിയ വ്യക്തിയാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ അടുക്കൽ ഷിഫായുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ ഖൽബോടുകൂടി ഇതെനിക്ക് റബ്ബ് ഷിഫാ നൽകുമെന്ന ആത്മാർത്ഥത വിശ്വാസത്തോട് കൂടിയിട്ട് ദുആ ഇറക്കാം. ഈ ദുആഇനെ നെഞ്ചേറ്റ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രോഗികളായി കഴിയുന്നവരിലേക്ക് ഈ ദുആഇനെ എത്തിച്ചു കൊടുക്കാം, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കാം. അവർക്കും ഉപകാരപ്പെടും. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മറ്റുള്ളവരെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആ കണ്ണുകൊണ്ടല്ലേ കാണുള്ളൂ, അല്ലെ എന്നെ ഒരു പരിഹാസ വസ്തുവായി കാണുമല്ലോ, ഇങ്ങനെ. കാരണം അങ്ങനെയാണ് പലരുടെയും ചിന്ത. നമ്മൾ മറ്റുള്ളവരെന്തു പറയും എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അറിഞ്ഞാലും കേട്ടാലും ഒക്കെ എന്ത് ചെയ്യും, എന്നെ പറ്റി എന്ത് കരുതും, അത് അങ്ങനെ വിചാരിക്കുന്ന പല രോഗങ്ങളും ഉണ്ടാവും. അപ്പൊ അത് പുറത്തു പറയാൻ മടിച്ചിട്ട്, ആരോട് ദുആ ഇറക്കാൻ പോലും വസിയത്ത് ചെയ്യാൻ മടിച്ചിട്ടൊക്കെ ആൾ സ്വന്തം ഇങ്ങനെ ആ വേദന സഹിച്ച് വിഷമം സഹിച്ച് കഴിയുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഒരു ആശ്വാസമാണ് ഇങ്ങനെയുള്ള മാർഗങ്ങൾ അവരിലേക്ക് തുറന്നു കിട്ടൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽവാസികളിൽ, കൂട്ടുകാരിൽ, ആരൊക്കെ പ്രയാസപ്പെടുന്ന നമ്മുടെ ഇഷ്ടജനങ്ങളിൽ, നമ്മുടെ ശ്രോതാക്കളിൽ, നമ്മൾക്ക് വാളു പറഞ്ഞു തരുന്നവരിൽ, അതുപോലെ നമുക്ക് ഇൽമു പറഞ്ഞു തന്നവരിൽ ആർക്കൊക്കെ വിഷമങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ എല്ലാം അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദിക്റോ ദുആയോ ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നാഫിയായ ഇൽമു അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വരുന്ന ദിനരാത്രങ്ങളൊക്കെ പവിത്രവും പരിപാവനവുമായതാണ്. നിങ്ങളുടെ പ്രത്യേക ദുആകളിൽ സാധുവായ എന്നെയും കുടുംബത്തേക്ക് ഓർക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.